പറ്റുന്ന രൂപത്തിലുള്ള ഭാഗ്യവന്മാരായ അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹ് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. പെരുന്നാൾ ദിവസത്തിന്റെ ആശംസയായി നിങ്ങളോട് അറിയിക്കാനുള്ളത്, എല്ലാ പെരുന്നാൾ ദിവസങ്ങളിലും എല്ലാ ഇമാമിയങ്ങളും ഓതിത്തരുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. സദഖല്ലാഹ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മോട്, ലോകത്തിലുള്ള വിശ്വാസികളോട് വിളിച്ചു പറയുകയാണ്, ഓ വിശ്വാസികളെ, യഅതസിമൂ ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുന്നവരാകണം. വലാ തഫറഖൂ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വാസികളായ നിങ്ങൾ പരസ്പരം തെറ്റുന്നവരോ കുറുമ്പുകൾ മനസ്സിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകൾ ഒരിക്കലും ആകരുത് എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആ വ്യക്തമായ ആയത്താണ് പെരുന്നാൾ ആശംസയായി നിങ്ങളോട് പറയാറുള്ളത്. മോമിനികളെ, ഇന്ന് ലോകത്തിൽ നോക്കിയാൽ വെറും ഇന്ത്യയിൽ തന്നെ 20 കോടിയിലധികം മുസ്ലിമീങ്ങളാണ് നമ്മുടെ ഈ ഭാരത നാടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും നോക്കിയാൽ ഇൻഷാ അല്ലാഹ് 2040 അടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 2000 അടുക്കുന്ന സമയത്ത് ലോകത്തിലുള്ള ഏറ്റവും കൂടിയ ജനസംഖ്യ മുസ്ലിമീങ്ങളാകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ജനസംഖ്യകൾക്ക് ഇവിടെ കുറവില്ല, മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾക്കും കുറവില്ല, നിഅമത്തുകൾക്കും കുറവില്ല. എല്ലാം നോക്കിയാൽ വലിയ പെർഫെക്റ്റ് ആണ് മുസ്ലിമീങ്ങൾ. എന്നാലും ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മറ്റൊരു മതക്കാരും അനുഭവിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താ? ജനസംഖ്യ കൂടുതലുണ്ട്, നാട്ടിൽ ആളുകൾ കൂടുതലുണ്ട്, പള്ളിയിൽ വരുന്ന ആളുകൾ കൂടുതലുണ്ട്. പക്ഷേ പരസ്പരം വൈരാഗ്യങ്ങളും പരസ്പരം ചൊടികളും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പിണക്കങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത്, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. മോമിനീങ്ങള്, ഇന്ന് നമുക്കറിയാം, ഇന്ന് എത്ര മാസങ്ങളായി ഫിലസ്തീൻ എന്ന് പറയുന്ന ചെറിയ ഒരു നാടിലുള്ള പാവങ്ങളായ മുസ്ലിമീങ്ങൾ ഇവിടെ പ്രയാസം അനുഭവിക്കുന്നത്. എന്റെ ലോകത്തിൽ അറബ് രാഷ്ട്രങ്ങളും കുറവായത് കൊണ്ടാണോ? അറബികളുടെ കയ്യിലുള്ള സഹായിക്കാനുള്ള സാമ്പത്തികമായ സമ്പത്ത് കുറവായത് കൊണ്ടാണോ? അല്ല. എത്രയോ അറബ് രാഷ്ട്രങ്ങളുണ്ട്, എത്രയോ വലിയ വലിയ മുതലാളികളുണ്ട്, പണക്കാരുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൽബ് ശരിയില്ല എന്നതാണ്, ഹൃദയം ശരിയില്ല. ഒരു നാട്ടുകാർക്ക് മറ്റൊരു നാട്ടുകാരെ കാണുമ്പോൾ വലിയ അസൂയയാണ്. ഒരു നാടിന്റെ ഉയർച്ച മറ്റുള്ള നാട്ടുകാരെ അത് തളർച്ചയിലാക്കുന്നു എന്നതാണ്. മോമിനീങ്ങള്, പ്രത്യേകമായി പറയുന്നു, ഈ നല്ല ഒരു ദിവസം, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്ന ദിവസം, അല്ലാഹുവിനെ സന്തോഷിപ്പിക്കേണ്ട ഒരു ദിവസം, ആശംസയായി നിങ്ങളോട് പറയാം. എപ്പോ മരിച്ചു പോകും പറയാൻ പറ്റൂല. 4-5 ദിവസം മുമ്പ് നമ്മുടെ പള്ളിയുടെ പരിസരത്ത് ദഫന ചെയ്യപ്പെട്ട ഒരു മനിയറ പോലെ ഒരുക്കിയിട്ട് കടത്തപ്പെട്ട സയ്യിദത്തു സുലൈഖ എന്ന് പറയുന്ന ആ ബീവിയുടെ മരണം നമുക്കൊരു പാഠമാണ്. നമ്മുടെ മൊയ്യദ്ദീൻ പള്ളിയുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു മെമ്പറായിരുന്ന മുസ്തഫ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി. മയ്യത്ത് കണ്ട ആളുകൾ പലരും കരഞ്ഞുപോയി. ചങ്ങാതിമാർ പറഞ്ഞതാണ്, ഉസ്താദെ, ആ മയ്യത്ത് നോക്കിയിട്ട് ഞാൻ കരഞ്ഞു. എന്താ, പണ്ടത്തെ മുസ്തഫയല്ല, ആളാകെ മാറ്റമാണ്, പരിചയമില്ലാത്ത മുഖമാണ്. ഇതാണ് മനുഷ്യൻ. ആ മരണത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ചിന്തിച്ചാൽ ഇവിടെ പിണങ്ങാനുള്ള സമയമില്ല, തെറ്റി നിൽക്കാനുള്ള സമയമില്ല. നാളെ
നന്നാകാം, ആ ഹജ്ജിന് പോകുമ്പോ നന്നാകാം, ഉംറക്ക് പോകുമ്പോ പൊരുത്തപ്പെടിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോ നാം ഇറങ്ങിപ്പോകേണ്ടി വരും. അള്ളാഹു മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പടച്ചറബ് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങള് എല്ലാ ആളുകളും തന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കണം, തന്റെ ഖൽബിലേക്കൊന്ന് നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കണങ്ങുന്ന ആളുകൾ ഒരിക്കലും നാം ആകരുത്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടൂല, അള്ളാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്ത് നമ്മുടെ നാടിൽ ഇറങ്ങൂല, നമ്മുടെ വീടുകളിൽ ഇറങ്ങൂല. എന്താ കാരണം? ചെറിയ പ്രശ്നമാണ്, ഖൽബിന്റെ ഉള്ളിലുള്ള ചെറിയ പ്രശ്നം. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. 100 കൊല്ലത്തിലധികം മദീനയിൽ വെച്ച് പരസ്പരം കണങ്ങിയിരുന്ന ഒരു സമുദായം ഉണ്ടായിരുന്നു. എന്താ പിണക്കത്തിന്റെ തുടക്കം? ഒട്ടകം പുല്ലു തിന്നു എന്നതാണ്. ഒരു ഗോത്രക്കാരുടെ ഒട്ടകം മറ്റേ ഗോത്രക്കാരുടെ പുല്ലു തിന്നു. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രം 125 കൊല്ലം ഇവിടെ പരസ്പരം അവർ യുദ്ധം ചെയ്തു. എത്രയോ ആളുകൾ മരിച്ചുപോയി, എത്രയോ ആളുകൾ സുബ്ഹാനല്ലാഹ് അവരുടെ സർവ്വവും നഷ്ടപ്പെടുത്തി. ആ പിണങ്ങിയ ആളുകളെ ഒന്നിപ്പിച്ചത് പരിശുദ്ധമായ ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ദൗത്യമാണ്, ഇസ്ലാമിന്റെ ആ നിലവാരമാണ്. അസ്സലാമു അലൈക്കും. എത്ര പിണങ്ങിയാലും എത്ര കുശുമുണ്ടായാലും പിണങ്ങിയ ആളെ കാണുമ്പോ മോനെ നിനക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞാൽ അവന്റെ കൽബുരുകി പോകും. എത്ര കൊല്ലത്തിന്റെ ദ്വേഷമായാലും ആ ദ്വേഷത്തിനൊരു മാറ്റം വരും. ഉറച്ചോന് ഇത്ര പിണക്കമുള്ള എനിക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ മനുഷ്യൻ അവനോടാണോ ഞാൻ പിണങ്ങുന്നത്? ഇല്ല. വഅലൈക്കുമുസ്സലാം. സലാം നടക്കും, കൈതരും, ഞങ്ങളെ ചുംബിക്കും. മോമിനിങ്ങള് പിണങ്ങിയ ആളുകളുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കൂ. പിണങ്ങി അവന്റെ മുന്നിൽ പോയി കൈ നീട്ടി സലാം പറയൂ. സലാം മടക്കിയില്ലെങ്കിൽ മടക്കാത്തവന്റെ ഉത്തരവാദിത്താണ്. നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കുറ്റക്കാരാകുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ ഈ പെരുന്നാൾ, നമ്മുടെ ഈ ദിവസത്തിൽ ചെല്ലിയ തക്ബീർ, കഴിഞ്ഞ ദിവസം നോക്കിയ നോമ്പ് നമ്മുടെ ഈമാൻ സലാമത്താകാൻ അല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങള് വീണ്ടും പറയുന്നു, നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നല്ല ആഹത്തോടെ, കണക്കമില്ലാതെ, സൗഹൃദത്തോടെ, സന്തോഷത്തോടെ ഇറങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം കുറച്ച് ലേറ്റായി, കാരണം അങ്ങനെയല്ലേ വരാൻ കുറച്ച് ലേറ്റാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം ശരിയ മട്ടി നമുക്കറിയാം. ഏതായാലും 2 മാസമായി, 13 മാസമായി നിസ്കരിച്ചിട്ട് കുറച്ച് ചെറിയൊരു മറവിണ്ടാവും. ഏതായാലും പറയുന്നു, ഉസല്ലി സുന്നത ഈദിൽ അദ്ഹ റക്അതൈൻ മഅൽ ഇമാം ലില്ലാഹി തആല. അറബിയിൽ വെക്കുന്ന ആളുകൾ മലയാളത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ വലിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് നിസ്കാരത്തിന്റെ നിയ്യത്ത്. അല്ലാഹു അക്ബർ വജ്ജത്ത് തുടങ്ങും. അബൂദോടുന്നതിന് മുമ്പ് 7 തക്ബീർ. ഓരോ തക്ബീറിന്റെ ഇടയിൽ ചെല്ലേണ്ട തസ്ബീഹ് ഞാൻ ഒന്നിച്ചു പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 7 തക്ബീർ. ഇമാം ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇമാം സൂറത്ത് ഓതുമ്പോൾ നിങ്ങളുടെ ഫാത്തിഹ ഓതുക. രണ്ടാമത്തെ റക്അത്തിലും അതുപോലെ ആദ്യം 5 തക്ബീറും ഓരോ തക്ബീറിന്റെ ഇടയിൽ തസ്ബീഹ്, പിന്നെ ഫാത്തിഹ, സൂറത്ത്. സലാം വീട്ടിയാൽ നിസ്കാരം കഴിയൂല. നിസ്കാരം കഴിയണമെങ്കിൽ ചെറിയ രൂപത്തിലുള്ള 2 ഖുതുബ അത് നിർവഹിച്ച് അത് കേട്ട് ഇൻഷാ അല്ലാഹ് സന്തോഷപൂർവ്വം ഒരുപാട് ആളുകൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തവരാണ്. തൊഴിലായിട്ട് അറുക്കുന്നവർ 7-ൽ 1 ഓവർ, 7-ൽ 4 ഓവർ, ഇങ്ങനെ കൂടുന്ന ആളുകൾ ഒക്കെയുണ്ട്. വലിയ സന്തോഷം. മറ്റുള്ള നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഉദ്ഹിയ്യത്ത് അറുത്തു കൊടുക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തവരാണ്. അല്ലാഹു തആല എല്ലാവരുടെ ആ പുണ്യകർമ്മം പടച്ചറബ് കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പോകുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം എല്ലാ കൊല്ലവും ഇവിടെ ഈ പെരുന്നാളിന് ഒഫീഷ്യലായി നമ്മുടെ ഇവിടുത്തെ ഹസൈനാർച്ച നമുക്കറിയാം ഒരുപാട് കാലമായി നമ്മുടെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ നമ്മുടെ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ചെറുപ്പക്കാരൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള കലക്ഷനാണ്. കഴിഞ്ഞ കൊല്ലം നല്ല ഉഷാറായിട്ടുണ്ട്. നിങ്ങൾ ഉഷാറാക്കിയാൽ നമുക്ക് ദുആ കിട്ടും. ഓരോ ഉസ്താദെ മാഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞിട്ട് ഒരേ വയസ്സായി നമുക്ക് ദുആ.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യവും ആ ദുആ കിട്ടണം. അതിനെന്ത് വേണം? നിങ്ങൾ നല്ല പൈസ പോകുന്ന സമയത്ത് അവിടെ ഏൽപ്പിക്കണം. മാത്രമല്ല പിന്നെ SKS സഹചാരി കണ്ട് പുറത്ത് നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാ രൂപത്തിലും നമ്മുടെ നാട്ടിലുള്ള പാവങ്ങൾ സാധുമാർ കയ്യിലുള്ള സഹായങ്ങൾ സ്വതക്കകൾ ഈ ദിവസത്തിൽ കൊടുത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു സന്തോഷിക്കുന്ന ഒരു ദിവസമായി പടച്ച റബ്ബിന്റെ റഹ്മത്ത് ഏറ്റുവാങ്ങുന്ന ഒരു ദിവസമായി ഈ ദിവസത്തിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാത്തു ജാമിഅ അസ്സലാത്തു ജാമിഅ അസ്സലാത്തു ജാമിഅ.